Hello, goodie buddies. Welcome to the Creative Instagram Story Hacks Part 3. Number 1 is Outer Glow. ആദ്യം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഇടാനുള്ള സംഭവം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഏത് ഫോട്ടോ ആണോ സ്റ്റോറി ഇടാൻ പോകുന്നത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. യെസ്, അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാൻ പോകുന്നത്. ആൻഡ് യെസ്, മുകളിൽ കാണുന്ന ഈ ബ്രഷ് ഉണ്ടല്ലോ, ബ്രഷിൻ്റെ ഓപ്ഷൻ അതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അതിൽ മൂന്നാമത്തെ ബ്രഷ് സെലക്ട് ചെയ്യുക, ഔട്ടർ ഗ്ലോ വരുന്ന ബ്രഷ്. ഓക്കെ, ആൻഡ് താഴെ കളേഴ്സിൽ നിന്ന് യെല്ലോ ചൂസ് ചെയ്യുക. ആൻഡ് ബ്രഷിൻ്റെ സൈസ് വേണം സൈഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഏറ്റവും കുറവാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഫോട്ടോൻ്റെ ബോർഡറിലൂടെ ഇങ്ങനെ ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കുക. നൈസ് അല്ലേ? ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് ആ ഭാഗത്ത് മാത്രം കറക്റ്റ് ഒരു ബോർഡർ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തെന്ന് വെച്ചാൽ നല്ല ഭംഗിയിൽ വൃത്തിയിൽ കിട്ടും. ശരിക്കും ഇത് ബർത്ത്ഡേക്കൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഷെയർ ചെയ്യുമല്ലോ, സോ അതിലൊക്കെ കൊടുത്തെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഊഹൂ. ആൻഡ് നമ്പർ 2 ഈസ് ഡാർക്ക് ഇറേസർ. ഇതുപോലെ തന്നെ സെയിം ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഏത് സ്റ്റോറിയാണോ ഇടുന്നത് ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻഡ് മുകളിൽ സെയിം നമ്മൾ ഇപ്പം ചെയ്ത പോലെ തന്നെ മുകളിൽ നിന്ന് ബ്രഷ് എടുക്കുക, ബ്ലാക്ക് കളറിൽ ടച്ച് ചെയ്യുക. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷേ ഇവിടെ ബ്ലാക്ക് കൊടുത്തെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയിൽ കിട്ടും. സോ ഐ ചോസ് ബ്ലാക്ക്. ആൻഡ് സ്ക്രീനിൽ കുറേ നേരം ഒന്ന് ടച്ച് ചെയ്ത് അമർത്തി പിടിക്കുക. അപ്പോൾ ഫുൾ സ്ക്രീൻ മുഴുവനായിട്ട് ബ്ലാക്കായി മാറും അല്ലേ? ആൻഡ് നമുക്ക് ടോപ്പിൽ നിന്ന് സൈഡിൽ നിന്ന് ഇറേസർ ചൂസ് ചെയ്യാം. ഇറേസർ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഏറ്റവും കുറവാക്കി വയ്ക്കുക. എന്നിട്ട് ടോപ്പത്തെ ഒരു എൻഡിൽ നിന്ന് സിക്സാഗായിട്ട് ഇങ്ങനെ മാച്ച് വാങ്ങിച്ച് താഴേക്കുള്ള എൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇടയിൽ ബ്രഷ് നിന്നാലും ചുമ്മാ കൈയെടുത്ത് വീണ്ടും മായ്ക്കാൻ തുടങ്ങും. അങ്ങനെ ഫുള്ളായിട്ട് കുറേ ചെയ്ത് വന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളി വിഷ്വലി ഗുഡായിട്ടുള്ളൊരു സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓഹോ, അടിപൊളിയായിട്ടുണ്ടല്ലേ? യെസ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ പരിപാടി ഇഷ്ടപ്പെടും. നമ്പർ 3 ഈസ് കൂൾ സിമ്പിൾ ഐക്കൺ. കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, കുറേ പേർക്ക് അറിയാതിരിക്കുകയായിരിക്കും. ബട്ട് ഷുവറായിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരുന്നത് എന്താണെന്ന്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി നമ്മൾ ഏത് സ്റ്റോറിയാണോ പോസ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോ സെയിം ആയിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ സ്റ്റോറിയിൽ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. യെസ്, അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ സ്റ്റോറി ആക്കാൻ പോകുന്നത്. ആൻഡ് യെസ്, നമുക്ക് മുകളിൽ നിന്ന് ബ്രഷിൽ ടച്ച് ചെയ്യുക. ബ്രഷിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വരുമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബ്ലൂ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ താഴ്ന്ന് ബ്ലൂ ടച്ച് ചെയ്തിട്ട് ചുമ്മാ സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുൾ സ്ക്രീൻ മുഴുവൻ ബ്ലൂ ആവും. നമ്മൾ നേരത്തെ ബ്ലാക്ക് ചെയ്തില്ലേ, സെയിം അതുപോലെ തന്നെ. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം മിനിമൈസ് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ ഏത് ബ്രൗസറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യും, ബ്രൗസർ, സഫാരി, ഓപ്പറ ഏതെങ്കിലും ഒന്ന് കയറിയിട്ട് coolsymbol.com എന്നുള്ള സൈറ്റിലേക്ക് പോകാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സൈറ്റിൻ്റെ. സോ coolsymbol.com എത്തിയെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കുറേ സിമ്പിൾ കാണും, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഫുൾ സെർച്ച് ചെയ്ത് എടുത്തിട്ട് ഞാൻ അവസാനം ഈ ഒരു സിമ്പിൾ കോപ്പി ചെയ്യാം. ചുമ്മാ അതിൽ തൊട്ട് കുറച്ച് നേരം പ്രസ് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരും, അതിനകത്ത് കോപ്പി എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമുക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറി വന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് സ്റ്റോറി അങ്ങനെ തന്നെ കിടക്കണ്ടാവുമല്ലോ. സോ അതിനകത്ത് ടോപ്പിൽ നമ്മുടെ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള സാധനം. അപ്പോൾ ടെക്സ്റ്റിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമല്ലോ. അതിനകത്ത് നമ്മൾ ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും, പേസ്റ്റിൽ കൊടുക്കുക, പൂം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിൻ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ വളയ്ക്കാതിരിക്കുകയൊക്കെ ചെയ്ത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്. ചെറുതായിട്ടൊരു വളവൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് പ്ലേസ് ചെയ്തു. എനിക്ക് ഏകദേശം ഒരു ഊഹമുണ്ട് ഇതിനടിയിലായിരിക്കും എൻ്റെ സബ്ജക്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ പ്ലേസ് ചെയ്ത ശേഷം നമുക്ക് മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് ബ്രഷ് ചൂസ് ചെയ്യാം. ബ്രഷ് ചൂസ് ചെയ്തിട്ട് അതിൽ ഇറേസർ ഉണ്ടല്ലോ, ഇറേസർ അറിയില്ല, ഇറേസറിൽ ടച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ വരും. എന്നിട്ട് കറക്റ്റ് ആ ബോക്സിനകത്തുള്ള കളർ ബ്ലൂ കളറാണല്ലോ നമ്മളുള്ളത്, കറക്റ്റ് ആ ബ്ലൂ മാത്രം ഇറേസ് ചെയ്ത് കളയാം. കറക്റ്റ് ആ പെട്ടിക്കകത്തുള്ള കളർ മാത്രം ഇറേസ് ചെയ്ത് കളഞ്ഞു വെച്ചാൽ ഭംഗിയായി വരുന്നുണ്ടല്ലേ. കറക്റ്റ് അടിയിലുള്ള ഫോട്ടോ പുറത്തേക്ക് കാണുകയാണ്, മീൻസ് ബ്ലൂ കളർ ഇറേസ് ചെയ്ത് പോയപ്പോൾ അതിനകത്തുള്ള ഫോട്ടോ നമുക്ക് പുറത്ത് കാണുകയാണ്. നൈസായല്ലേ? സോ ഈ ഒരു പരിപാടി നിങ്ങൾ ട്രൈ ചെയ്തെന്ന് വെച്ചാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മീൻസ് ഇതിലുള്ള എല്ലാം ഇഷ്ടപ്പെടും, ബട്ട് ലിറ്ററലി ദിസ് ഈസ് സോ ഗുഡ്. നമ്പർ 4 ഈസ് കൂൾ സിമ്പിൾ ടെക്സ്റ്റ്. നമ്മൾ മുമ്പ് കണ്ട അതേ സെയിം തന്നെയാണ്, അത് കൂൾ സിമ്പിൾ ഐക്കൺ, ദിസ് ഇസ് കൂൾ സിമ്പിൾ ടെക്സ്റ്റ്. കൂൾ സിമ്പിൾ എന്നുള്ള സൈറ്റിൻ്റെ വേറെ ഓപ്ഷനെ കുറിച്ചാണ് ഇത്. നമുക്ക് സെയിം ആയിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി പോസ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഓപ്പൺ ചെയ്യുക. യെസ്, ഈ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോർമൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഫോണ്ട് എന്ന് പറഞ്ഞാൽ 4-5 ഫോണ്ട് ഉണ്ടാവുള്ളൂ അതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട്. ആ 4-5 ഫോണ്ടിൽ നിന്ന് മാത്രം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഹിയർ coolsymbol.com ഫോണ്ട് ജനറേറ്റർ ഉണ്ട് സംഭവം.
സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ചെന്നെന്ന് വെച്ചാൽ നമുക്ക് കാണാം, അല്ലാതെ നിങ്ങൾ മുമ്പ് കയറിയ ലിങ്കിൽ ചെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ചെന്നെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ വരും. ഇതിനകത്ത് ഇൻപുട്ട് യുവർ ടെക്സ്റ്റ് ഹിയർ എന്നുണ്ടാവും. അതിന് താഴെ ഇങ്ങനെ കുറേ ഫോണ്ടും കാര്യങ്ങളും ഉണ്ടാവും. സോ നമ്മൾ ഇൻപുട്ട് യുവർ ടെക്സ്റ്റ് ഹിയർ എന്നുള്ളവിടെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും താഴെ ആ ഫോണ്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഹിയർ ഞാനിവിടെ സേ ലെസ് ഡു മോർ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ യു സീ ദിസ്, നമുക്ക് താഴെയുള്ള ഇൻപുട്ട് കൊടുത്തിട്ടുള്ള അതേ വേർഡ് താഴെ എല്ലാ ഫോണ്ടിലും ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ആ ഏതെങ്കിലും ഫോണ്ടിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിനകത്ത് കോപ്പി എന്ന് കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഫോണ്ട് കോപ്പി ആയെന്ന് അർത്ഥം. എന്നിട്ട് തിരിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് വരിക. ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മൾ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്ത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് കൊടുത്താൽ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. പേസ്റ്റിൽ കൊടുക്കുക. സോ ഈ ഒരു ഫോണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടാത്ത ഫോണ്ടല്ല. ഇതുപോലെയുള്ള പല ഫോണ്ട് നമുക്ക് coolsymbol.com എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ coolsymbol.comൽ കാണുന്ന ഏത് ഫോണ്ടും നമുക്ക് കോപ്പി ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിക്കകത്ത് വന്ന് പേസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. coolsymbol.com നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് ആ കറക്റ്റ് പേജിൽ പോയിട്ടുണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും ഫോണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോണ്ട് ഞാൻ ചുമ്മാ കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ചുമ്മാ അതുപോലെ തന്നെ ടച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതിൽ കോപ്പി എന്ന് കൊടുക്കുക. ഇപ്പോൾ പോപ്പപ്പിൽ കോപ്പി കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് ഇൻസ്റ്റാഗ്രാമിനകത്ത് തന്നെ വന്നു വെച്ചാൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചുമ്മാ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യാം മുകളിൽ നിന്ന്. എന്നിട്ട് ചുമ്മാ സ്ക്രീനിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരും. പോവും പേസ്റ്റ് കൊടുത്തെന്ന് വെച്ചാൽ യെസ്, കണ്ടില്ലേ? അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാത്ത പലതരം ഫോണ്ട് നമുക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് നമുക്ക് മെയിൻ ആവാൻ പറ്റും മൊത്തത്തിൽ അങ്ങോട്ട്. സോ ദാറ്റ്സ് ഹൗ ക്രിയേറ്റിവിറ്റി ഇൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വർക്ക്സ്. നമ്പർ 5 ഈസ് ബബിൾ ടെക്സ്റ്റ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ ഇത്. ചുമ്മാ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ള സ്റ്റോറി ചുമ്മാ എല്ലാത്തിലും ഇത് സെയിം തന്നെയാണ്. സോ അതുപോലെ തന്നെ സ്റ്റോറി ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റോറി ആയിട്ട്. യെസ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ടോപ്പ് നിന്ന് ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുമല്ലോ. സോ ഇതിനകത്ത് മുകളിൽ സ്ട്രോങ് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. സ്ട്രോങ് എന്നുള്ള ഫോണ്ടാണെന്ന് ഉറപ്പ് വരുത്തുക. യെസ്, ഓൾ ഗുഡ്. എന്നിട്ട് ചുമ്മാ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് എ ഫുൾ സ്റ്റോപ്പ്, ഡൺ. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. സോ ഈ ഫുൾ സ്റ്റോപ്പ് ഒരു ലെറ്ററാണ്. നമ്മൾ എത്ര ലെറ്റർ ടൈപ്പ് ചെയ്യണ്ടോ, മീൻസ് ഞാൻ 2 വേർഡ് ടൈപ്പ് ചെയ്യുന്നു. ആൻഡ് മൈ വേർഡ് ഈസ് എൻജോയ് ടുഡേ. എൻജോയ് ടുഡേയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ENJOY TODAY മീൻസ് TODAY. അപ്പോൾ മൊത്തം 5 + 5 10 ലെറ്റേഴ്സ് ഉണ്ട് എൻജോയ് ടുഡേ എന്നുള്ളതിൽ. സോ 10 ഡോട്ട് എനിക്ക് ഇടണം. സോ 10 ഡോട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ 10 ഡോട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എൻജോയ് എന്നുള്ള ആ ഒരു വേർഡ് നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് ഞാനൊരു വൈറ്റ് കളറിലുള്ള ഡോട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ടുഡേ എന്നുള്ളതിന് ഞാനൊരു യെല്ലോ കളർ ഡോട്ടും കൊടുക്കുക. സോ അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടുക, ഡൺ കൊടുക്കുക, നമ്മൾ അറേഞ്ച് ചെയ്യുക. ഫുൾ സ്റ്റോപ്പ് ഇടുക, ഡൺ കൊടുക്കുക, അറേഞ്ച് ചെയ്യുക. വേണമെങ്കിൽ ഈ ഫുൾ സ്റ്റോപ്പിൻ്റെ കളറും വേണം നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ എൻജോയ് എന്നുള്ളതിന് വൈറ്റ് ഡോട്ടും ടുഡേ എന്നുള്ളതിന് യെല്ലോ ഡോട്ടുമാണ് ഞാൻ കൊടുക്കുന്നത്. ഓൾ ഗുഡ്. സോ ഞാനിവിടെ ഈ ഓരോ ഡോട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ കറക്റ്റായിട്ട്. സോ ഈ ഓരോ ഡോട്ടിന് പുറത്ത് ഓരോ ലെറ്റർ ആഡ് ചെയ്യുമ്പോൾ സോ വി ആർ റൈറ്റിംഗ് എൻജോയ് ടുഡേ. അപ്പോൾ ഈന്ന് ആദ്യം ടൈപ്പ് ചെയ്യുക, ഡൺ കൊടുക്കുക, അതിന് നേരെ പ്ലേസ് ചെയ്യുക ഒരു ഡോട്ടിന് പുറത്ത് ENJOY. അങ്ങനെ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ടൈപ്പ് ചെയ്യുക. ഓരോ ലെറ്റർ ഓരോ ഡോട്ടിന് പുറത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ എൻജോയ് എന്നുള്ളത് കറക്റ്റ് വൈറ്റിൻ്റെ കറക്റ്റ് ഫില്ലായി വരും. ടുഡേ എന്നുള്ളതിന് കറക്റ്റ് യെല്ലോയിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. യെസ്, കൂളല്ലേ? അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും തന്നെ. വേറെ അടിപൊളി സംഭവമല്ലേ? യെസ്. ആൻഡ് നമ്പർ 6 ഈസ് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട്. ഞാനിവിടെ പുതിയൊരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ പലരും യൂസ് ചെയ്യുന്നുണ്ടാവും സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടാനായിട്ട്. മിക്ക എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ദിസ് ഈസ് കോൾഡ് ക്യാൻവ. സോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഇഫ് യു വാണ്ട് ടു. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ വരിക. അതിനകത്ത് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മാത്രമാണ്. സോ മുകളിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് കാണും. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ അതിൽ പലതരത്തിലുണ്ടാകും. നമ്മൾ ചുമ്മാ ഞാൻ ഇപ്പോൾ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വെക്കാമെന്ന് പറഞ്ഞുതരാം. ബ്ലാങ്ക് എന്നുള്ളതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. സോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സാധനം വരും. ഇതിനകത്ത് നമ്മൾ ഈ സൈഡ് റൈറ്റിൽ ഏറ്റവും താഴെ ബോട്ടണിലുള്ള പ്ലസിൽ കൊടുത്തെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പലതും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ഇതിനകത്ത് ഇമേജ് ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഗാലറിക്കകത്ത് നിന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് ഫോട്ടോ ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ചുമ്മാ സെലക്ട് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടാക്കി വയ്ക്കാൻ. ഓക്കെ, ഇത് നമുക്ക് വിരൽ ഉപയോഗിച്ചിട്ട് ഫുൾ സൂം ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഫില്ല് ചെയ്ത് വയ്ക്കാം. യെസ്, ആൾ ഗുഡ്. ഇനി നമുക്ക് ഫോർഗ്രൗണ്ടിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഏത് ഫോട്ടോ ആണ് വരേണ്ടത് ആ ഫോട്ടോ നമുക്ക് ടച്ച് ചെയ്യാം. മീൻസ് ഗാലറിക്കകത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. സോ പ്ലസ് ആൻഡ് ഇമേജ് ആൻഡ് യെസ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു ഫോട്ടോ ആണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
സോ അതിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ വരും. അപ്പം ഇതിന് നമുക്ക് സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം. സോ ഞാൻ ചുമ്മാ കറക്റ്റ് ഫ്രണ്ടിൽ വെച്ച ശേഷം ഓൾ ഗുഡ്. സോ ഇതാണ് പരിപാടി. ഇതിനകത്ത് നമുക്ക് ഫിൽറ്റേഴ്സോ എന്ത് വെച്ചാൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് താഴെ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണുമല്ലോ. ഇതിനകത്ത് ഫിൽറ്റേഴ്സ് ഉണ്ട്, പല ഓപ്ഷൻസും ഉണ്ട്. സോ ഫിൽറ്റേഴ്സിനകത്ത് ടച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനം ആഡ് ചെയ്യാം. സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തി, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത സംഭവം എത്തിയെന്ന് വെച്ചാൽ ഓൾ ഗുഡ്. ജസ്റ്റ് ടച്ച് ചെയ്യുക. മുകളിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, സേവിൻ്റെ ഒരു സാധനം കാണില്ലേ. യെസ്, അതാണ് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ അതിൽ ടച്ച് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഫോട്ടോ ഗാലറിക്കകത്ത് സേവ് ചെയ്ത് വരും. ഓൾ ഗുഡ്. ഇനി നമുക്ക് സേവ് ചെയ്ത ഫോട്ടോനെ ഇൻസ്റ്റാഗ്രാമിനകത്ത് എങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്ന് അറിയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, ചുമ്മാ ഫോട്ടോ ഗാലറിക്കകത്ത് നിന്ന്. ആൻഡ് യെസ്, നമുക്ക് ചുമ്മാ സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ചെയ്യാം. നൈസ്ലേ. യെസ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫോട്ടോ, ഫോർഗ്രൗണ്ടിൽ വേറൊരു ഫോട്ടോ. സോ ഈ ഒരു എഫക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൾ ഗുഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്പർ 7. നമ്പർ 7 എന്ന് പറയുന്നത് ക്യാൻവയിലുള്ള മറ്റ് അടിപൊളി ഓപ്ഷനെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നതാണ്. യെസ്, ദ സെയിം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓപ്ഷനിൽ ചെയ്ത പോലെ തന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് ഇങ്ങനെ കാണുമല്ലോ. സോ അതാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കകത്ത് എന്തൊക്കെ ഇടാമെന്നാണ്. 100ൽ പരം ഹൺഡ്രഡ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് നമുക്കിതിൽ അവൈലബിൾ ആണ്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ടെംപ്ലേറ്റ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അല്ല, ഇതിലേത് നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ ഫോട്ടോ ആക്കി മാറ്റാം. ഇതിലേത് ടെക്സ്റ്റ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റാക്കി മാറ്റാം. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോറി ഇടാനുള്ള ഓപ്ഷൻ ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യെസ്, നമുക്ക് ഈ ഇഷ്ടമുള്ള സാധനം ഓപ്പൺ ചെയ്യാം. ഞാൻ ഇപ്പോൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഞാൻ ഇഷ്ടമുള്ള വേറെ അറിയാതൊരു സാധനത്തിൽ ടച്ച് ചെയ്തെന്ന് വെച്ചാൽ യെസ്, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. യെസ്, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ മാറ്റിയിട്ട് യെസ്, നമുക്കിപ്പോൾ ഗാലറിക്കകത്ത് നിന്ന് എൻ്റെ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ സി ഹൗ ദീസ് ലുക്സ് ബ്യൂട്ടിഫുൾ അല്ലേ. സോ ഇങ്ങനെ നമുക്ക് ഏത് ഫോട്ടോ മാറ്റാൻ പറ്റും. ആൻഡ് ഇതിലുള്ള വേറെ അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ മാത്രമല്ല, നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റിനകത്ത് വീഡിയോ പോലും ആഡ് ചെയ്യാൻ പറ്റും. യെസ്, ഷുവർലി. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ലൈക്ക് നമ്മുടെ ഗാലറിക്കകത്ത് നിന്ന് ഒരു വീഡിയോ, ഈ ഫോട്ടോ മാറ്റിയിട്ട് യെസ്, ഈ ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ യു സീ ദിസ്, വാവ് ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്കിത് സേവ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇത് എങ്ങനെ വരുന്നുണ്ടെന്ന് ഇപ്പോൾ നോക്കാം. യെസ്, വിൽ ക്ലിക്ക് ഓൺ ദ സേവ് ഓപ്ഷൻ ഓൺ ടോപ്പ്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്യുക. യെസ്, എന്നിട്ട് നമ്മളിത് പോസ്റ്റ് ചെയ്യാം. നൈസ്, അടിപൊളി. സോ ഇങ്ങനെ നമ്മുടെ വീഡിയോ പോലും ഫോട്ടോ പോലും നമുക്ക് ക്യാൻവ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഇതുപോലെയുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ പറഞ്ഞ 7 ക്രിയേറ്റീവ് ആയിട്ടുള്ള അടിപൊളി ട്രിക്സ്, ഹാക്സ്, ഐഡിയാസ്, ഇതിന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള വേറെ അടിപൊളി അടിപൊളി സൂപ്പർ കണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെയായിരിക്കും see you guys in the next video with another beautiful content. Stay home, stay creative and keep creating. Bye.